നമ്മളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏറ്റവും അധികം കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചെറിയ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ മെഷീൻ. ഈ മെഷീൻ ഓൾറെഡി ഉണ്ട് മാർക്കറ്റിൽ. നല്ല രീതിയിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഈ മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളുടെ ലോക്കൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുകൾ അവർ ഈ മെഷീനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇനി അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പലതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് മെയിൻലി വാൾ പുട്ടി ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളുടെ സമയം എടുക്കുന്നതാണ് പ്ലാസ്റ്ററിങ്ങിനും വാൾ പുട്ടിക്കുമാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അതിനുശേഷം പെയിന്റിങ്. ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള സമയമാണ് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ വാൾ പുട്ടി വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിനുവേണ്ടിയുള്ള മെഷീനുകൾ, പ്രോഡക്റ്റുകൾ എല്ലാം തന്നെയാണ് നമ്മൾ ഇവിടെ കാണിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കാതിരിക്കുക, കമന്റ് മറക്കാതിരിക്കുക, ഷെയർ മറക്കാതിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ആ മെഷീനിലേക്ക് തന്നെ പോകാം. ഇതൊരു വാൾ പുട്ടി മെഷീനാണ്. ചെറിയ മെഷീനാണ്. നമുക്ക് ഏകദേശം ഒരു 72-80 റേഞ്ചിൽ നിൽക്കുന്ന മെഷീനാണ്. ഈ മെഷീനിൽ കലക്കി വെച്ചിരിക്കുന്ന വാൾ പുട്ടിയാണ് ഇവിടെ അദ്ദേഹം വാളിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഒരേ ലെവലിൽ പൊക്കവും താഴ്ചയും ഇല്ലാതെ കൂടുതലും കുറവുമില്ലാതെ അത് നന്നായിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10-10, അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ചെയ്യാൻ കൂടി വന്നാൽ 10 മിനിറ്റ് മതിയാകും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വാൾ പുട്ടി ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഇത്. ഇതേപോലെ ഒരുപാട് മെഷീനുകളുണ്ട്. ആ മെഷീൻ്റെ വിലയും അതിൻ്റെ ഡീറ്റെയിൽസും മുമ്പോട്ട് കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇവിടെ ഈ മെഷീൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? ഞാൻ പെയിന്റിങ്ങിലല്ല, ഞാൻ പ്ലാസ്റ്ററിങ്ങിലല്ല, ഞാൻ കൺസ്ട്രക്ഷനിലല്ല. എങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആ ഫീൽഡിലുള്ളവർ, അതായത് കല്ലിന്റെ പണി ചെയ്യുന്നവർ, മേസ്ത്രിമാര്, മൈക്കാടുമാര്, ഇങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഈ മെഷീൻ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ എളുപ്പം കാര്യങ്ങൾ നടത്തും. പെയിന്റിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്ക് ഈ മെഷീൻ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കും. കാരണം ഫാസ്റ്റായിട്ട് കാര്യം നടക്കും, ഫാസ്റ്റായിട്ട് പൈസ കിട്ടും, പണി പെട്ടെന്ന് തീരും, അടുത്ത സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇനി അതല്ല, നമ്മളിതൊന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു മെഷീൻ വാങ്ങിവെച്ച് അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം പെയിന്റിങ്ങിന് പോകുന്നവരോട് പറയുക, ഇല്ലെങ്കിൽ വാൾ പ്ലാസ്റ്ററിങ്, ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് എന്ന് മേസ്ത്രിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ കൺസ്ട്രക്ഷന്റെ കാര്യമാണ് പറഞ്ഞത്, അവർക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ആവശ്യമുണ്ട്. മെയിൻലി പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് വാൾ പുട്ടിയാണ്. ആ വാൾ പുട്ടി ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കും. പിന്നെ നമുക്ക് ലോങ് പീരീഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാഷാ അല്ലാഹ് നമ്മളുടെ ഒരു വർഷത്തെ പണി തന്നെ അവിടെ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ മെഷീനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓൾറെഡി നിങ്ങൾ പെയിന്റിങ് ഇല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നമുക്ക് ആ മെഷീന്റെ വിലയും കാര്യങ്ങളും ഒന്ന് നോക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള 3 മെഷീനുകളാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. ഇത് എയർലെസ് വാൾ പുട്ടി സ്പ്രേ മെഷീനാണ്. അതിനകത്ത് എയർ ഇല്ല, ബബിൾസ് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ മെഷീൻ്റെ വില 1,50,000 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് സപ്ലയർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും, അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ഒരു മെഷീനിലോട്ട് പോയി കഴിഞ്ഞാൽ 1,35,000 രൂപയാണ് ഈ മെഷീൻ്റെ വില. വാൾ പുട്ടി സ്പ്രേ മെഷീനാണ്. ഓട്ടോമേഷൻ ഗ്രേഡ്, സെമി ഓട്ടോമാറ്റിക് ആണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ലേറ്റസ്റ്റ് കോട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്താൽ മതി, അവർ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊള്ളും. ഇനി അടുത്ത മെഷീനിലേക്ക് പോകാം. ഏറ്റവും സിമ്പിൾ ആൻഡ് സോബർ മെഷീൻ ഇതാണ്. 72,000 രൂപ മെഷീൻ വിലയുള്ളൂ. എയർലെസ് മെഷീനാണ്, പെയിന്റ് സ്പ്രേയർ ആണ്, വാൾ പുട്ടി സ്പ്രേയർ ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു 10x10 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ഇതേ രീതിയിൽ വാൾ പുട്ടി ചെയ്യണമെങ്കിൽ ഏറിയാൽ 10 മിനിറ്റ് മതിയാകും, ഇല്ലെങ്കിൽ 20 മിനിറ്റ് ആയിക്കോട്ടെ, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. നമുക്കൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദിവസങ്ങളെടുത്താണ് വാൾ പുട്ടി തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെഷീൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ
ഏറ്റവും നല്ല ഒരു ബിസിനസ്സായിട്ട് തന്നെ അതിനെ കൊണ്ട് നടത്താൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 മെഷീൻ്റെയും കൂടാതെ മറ്റനേകം മെഷീനുകളുണ്ട്, അതും കൂടെ കാണിക്കാം. ഇവിടെ 2,09,000 രൂപയുടെ മെഷീനുണ്ട്, 1,80,000 രൂപയുടെ മെഷീനുണ്ട്, 2,45,000 ഉണ്ട്, 1,80,000 രൂപയുടെ മെഷീനുണ്ട്, 54,000 രൂപയുടെ മെഷീനുണ്ട്, 85,000 രൂപയുടെ മെഷീനുണ്ട്, 4,78,000 രൂപയുടെ മെഷീനുണ്ട്, 5,25,000 രൂപയുടെ മെഷീനുണ്ട്, 1,16,000 സംതിങ്ങിന്റെ മെഷീനുണ്ട്, 4 ലക്ഷത്തിന്റെ മെഷീനുണ്ട്. ഒരുപാട് മെഷീനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായ വിലയും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് എവിടെയുണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറുകിട ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇതിനകത്തെ പവർ സപ്ലൈ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. കാരണം ഏത് സൈറ്റിലാണോ പോകുന്നത് അവിടെ നിന്നാണ് പവർ വരുന്നത്. ഈ മെഷീൻ നമുക്ക് ചെറിയ മെഷീനൊക്കെ ആണെങ്കിൽ നമുക്കൊരു സ്കൂട്ടിയിൽ പോലും എടുത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മെഷീനാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, അവരുടെ പവർ ഉപയോഗിക്കുന്നു, അവരുടെ വാൾപുട്ടി ഉപയോഗിക്കുന്നു, നമ്മൾ വാൾപുട്ടി സ്പ്രേ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു, നമ്മൾ നമ്മളുടെ പൈസ വാങ്ങിക്കുന്നു, തിരിച്ചു പോരുന്നു. ചിന്തിക്കുക, ചിന്തിച്ചാൽ നല്ലൊരു ഐഡിയ നിങ്ങൾക്കും കിട്ടും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.